സദ്യകളിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ ഇഞ്ചിക്കറിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇഞ്ചി എടുക്കാം. ഞാനിവിടെ ഒരു 3 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞിട്ട് അഴുക്കെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ട് കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കണം. ഞാനൊരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുക്കാം. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. എന്നിട്ട് ഇതൊന്ന് അലിഞ്ഞ് വരുമ്പോഴേക്ക് അത് നമുക്ക് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഇതിനുള്ളിലേക്ക് ചേർക്കാനായിട്ട് എടുക്കാം. ഇത് തയ്യാറാക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും. ചിലർ ഇതിനകത്ത് കൊച്ചുള്ളി ചേർക്കുന്നവരുണ്ട്, ചിലർ വെളുത്തുള്ളി ചേർക്കുന്നവരുണ്ട്. അപ്പോൾ ഓരോ രീതിയിൽ ചേർത്തിട്ട് എടുക്കുന്നവരുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യമേ ഇതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഈ ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് വറുത്ത് ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് വറുത്ത് കോരാം. തീരെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മൂത്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്കിതിനുള്ളിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കൂടെ വറുത്ത് കോരിയെടുക്കാം. പച്ചമുളക് ചേർക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വീട്ടിലെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇതിൻ്റെ എണ്ണം കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം. ഇനി ഞാൻ ഈ വറുത്ത് വെച്ചിരുന്ന ഇഞ്ചിയെല്ലാം മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കും. കാരണം ആ കട്ടയായിട്ട് കിടക്കാതെ നമുക്ക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. അത് ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നേരത്തെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വറുത്തെടുത്ത ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചിയുടെ പൊടിയും കൊണ്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനുള്ളിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്നുകിൽ പൊടികളെല്ലാം ആഡ് ചെയ്തൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഈ ഇഞ്ചി ചേർത്ത് കൊടുത്താലും മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പൊടിയെല്ലാം എടുത്ത് വെച്ചിട്ട് ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ചൂട് പിടിച്ച് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരല്പം ഉലുവാപ്പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരല്പം കായപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് പുളിവെള്ളം, നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളിവെള്ളം അത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൊടിയും അല്ലെങ്കിൽ അതിൻ്റെ കുരുവൊന്നും ഇല്ലാതെ തന്നെ കിട്ടും. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എരിവും അതുപോലെ ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം മധുരം ചേർക്കണം. ചിലർ പഞ്ചസാര ചേർത്ത് കാണാറുണ്ട്, ചിലർ ശർക്കര ചേർത്ത് കാണാറുണ്ട്. ശർക്കര ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ വാങ്ങിച്ച് പരിചയമുള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ ഒരു ശർക്കരക്കത്തിൽ എങ്ങനെയാണ് അഴുക്കുണ്ടോ ഇല്ല എന്നൊക്കെയുള്ള കാര്യം. മണ്ണൊക്കെ ഉണ്ടാകുമെങ്കിൽ അതൊന്ന് വെള്ളത്തിൽ ചേർത്ത് പാനിയാക്കിയിട്ട് അരിച്ചിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇത്രയും ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് ഓരോരുത്തർക്ക് പരുവത്തിനനുസരിച്ചിട്ട് അത് പറ്റി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നനവൊന്നും ഇല്ലാത്ത ഒരു നല്ല പാത്രത്തിലോ ഒരു ടിന്നിലോ അടച്ച് നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കാം.